ഹലോ ഗൈസ്, ഇത് തൊപ്പിയെ പറ്റിച്ചുള്ളൊരു വീഡിയോ ആണ്. ആരാണ് തൊപ്പി, എന്താണ് തൊപ്പി എന്നുള്ളത് ഫുൾ സ്റ്റോറിയാണ്. തൊപ്പി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. തൊപ്പി കണ്ണൂർ ജില്ലയിലാണ് തൊപ്പി ജനിച്ചത്. ഒരു ഇസ്ലാമികമായിട്ടുള്ള കുടുംബത്തിലാണ് തൊപ്പിയുടെ ജനനം. ഒരു ഇസ്ലാമിക ഒരു പണ്ഡിതനെ പോലെ നല്ലൊരു നിസ്കാരവും നിലപാടും കാര്യങ്ങളൊക്കെ ഒരു തെറ്റും ചെയ്യാത്തൊരു കുടുംബത്തിലാണ് തൊപ്പി ജനിച്ചത്. ഈ തൊപ്പി എന്നുള്ളൊരു പേര് വീഴാൻ കാരണം എന്താണെന്ന് വെച്ചറിയോ? തൊപ്പിൻ്റെ യഥാർത്ഥത്തിൽ പേര് മുഹമ്മദ് നിഹാൽ. ഈ തൊപ്പിയിട്ട് നടക്കുന്ന ചെറുപ്പം മുതലേ തൊപ്പി ക്രേസി ആയിട്ട് തൊപ്പിയിട്ട് നടക്കുന്നത് കൊണ്ടാണ് നാട്ടിൽ വീണൊരു ഇരട്ടപ്പേരാണ് തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്ക്. തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് 1994-95 കാലഘട്ടം ജനിച്ചൊരു ചെറിയ പയ്യനാണ്. നിർമ്മല 30 വയസ്സുള്ളൊരു പയ്യനാണ്. ഈ തൊപ്പി എന്നുള്ളൊരു വ്യക്തി ഗെയിമിംഗ് ചാനലൊക്കെ ഒരു ഗെയിമിങ്ങിലൂടെ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. തൊപ്പിൻ്റെ ആദ്യകാലം ചാനലൊക്കെ വന്നത് ഗെയിമിംഗ് ചാനലാണ്. ഗെയിമിൽ ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഗെയിമിംഗ് കളിക്കുന്ന ഭയങ്കര ഭ്രാന്തായിരുന്നു. പക്ഷെ സാമ്പത്തികത്തിൽ അധികം കുഴപ്പമില്ലാത്ത കുടുംബത്തിലാണെങ്കിലും അധികം ചിലവിന് പൈസ ഒന്നും കൊടുക്കില്ല. നിർമ്മത്തേക്ക് വീട്ടിലെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് തൊപ്പി ആദ്യം ഒരു ഷോപ്പിൽ നിന്ന് പണമെടുത്ത് ഓടുന്നു. ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കന, ഒരു 11-12 വയസ്സുള്ള ചെക്കന. ആർക്കും ക്ഷമിക്കാവുന്നുള്ളൂ, ചെറിയ കേസേ ഉള്ളൂ. പക്ഷെ വീട്ടുകാർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറി. അതുകൊണ്ട് ഈ തൊപ്പിന് ആ സമയത്ത് കെട്ടിയിട്ട് ഉമ്മൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടാക്കി നാട്ടുകാർ. സംഭവത്തേക്ക് ആ പയ്യന് ഒരു ഐഡി കൊടുത്ത് വിടുന്ന കേസ് മാത്രമേ ഉണ്ടായുള്ളൂ. എന്നിട്ട് അതിനുശേഷം അവൻ്റെ ബാപ്പ ഇതുവരെ സംസാരിച്ചില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെ തൊപ്പി ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നിച്ച് പുറത്തേക്കൊന്നും ഇറങ്ങാത്തൊരു വ്യക്തിയായിരുന്നു. 2-3 ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അധികം പുറത്തൊന്നും ഇറങ്ങുന്നില്ല. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. ആത്മഹത്യ ചെയ്യണോ അല്ല പുറത്തിറങ്ങി നടക്കണോ ഒന്നും അറിയാത്ത സമയം എല്ലാം വൈവിട്ട് നടക്കുന്ന താഴത്ത് ഭൂമി മുകളിൽ ആകാശം മാത്രമേ ഉള്ളൂ. ആത്മഹത്യക്കടക്കം ശ്രമിച്ചിട്ടുണ്ടെന്ന് തൊപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റിയത്. അങ്ങനെ തൊപ്പി എന്നൊരു വ്യക്തി ഒരു ചെറിയൊരു മൊബൈലിലൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗെയിം എന്തുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലിട്ട് വൈറലായിക്കൂടാ എന്നുള്ള ചിന്ത വരുന്നു. അതാണ് തുടക്കം. പക്ഷേ വൈറലാവോ ഇല്ലേ എന്നിട്ട് അറിയില്ല. എന്നാൽ യൂട്യൂബ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഗെയിമിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഗെയിമിങ് ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു ആൾക്കാർക്ക് യൂട്യൂബിൽ സിനിമ കാണുന്നതിനേക്കാൾ നല്ലതോ അല്ല ഇതിനേക്കാൾ നല്ല ഗെയിമിങ് കാണുന്നത്. ഒരുപാട് ഫ്രണ്ട്സൊക്കെ നമുക്കുണ്ട് അങ്ങനെ ഗെയിമിങ് കാണുന്നത്. അങ്ങനെ അതുപോലെ ഇട്ടാൽ എന്തായാലും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഗെയിമിങ് ആദ്യം അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 2019 കാലഘട്ടങ്ങളിൽ ഇടുന്ന സമയത്ത് നല്ല വൈറലാകുന്നുണ്ട്. ഈ വൈറലായ കാര്യങ്ങൾ തൊപ്പിക്കറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഈ ഗെയിമിങ്ങിൻ്റെ കുറേ ഫാൻസ് ഫുള്ളൊരു ആൾക്കാരൊക്കെ ഈ തൊപ്പി ചാനലിൻ്റെ പേരിട്ടത് തൊപ്പിന്നാണ്. ആ തൊപ്പി എന്നുള്ള വ്യക്തി തൊപ്പിക്കറിയില്ല ഇത് വൈറലായതൊക്കെ. ആ തൊപ്പിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് പറഞ്ഞിട്ട് അറിഞ്ഞത്. അതുകൊണ്ട് യൂട്യൂബ് എന്ന് അൽഗോരിതത്തിന് ഒരു കമാൻഡ് കൊടുത്തു, എൻ്റെ ഷാർപ്പ് ഷൂട്ടർ എന്ന് വെച്ചാൽ ഗെയിമിങ്ങിൽ നല്ല ഷാർപ്പായിട്ട് നോക്കി ഷൂട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ കേരളത്തിൽ വെച്ചോ ഇന്ത്യയിൽ വെച്ച് തന്നെ നമ്പർ 1 ഷാർപ്പ് ഷൂട്ടറായി മാറി. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരു 3 മാസം കൊണ്ട് 100K കംപ്ലീറ്റ് ആയി സബ്. അങ്ങനെ ആവുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തൊപ്പി ഫാൻസ് കൂടുമ്പോഴത്തേക്ക് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ തുടങ്ങി. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് തൊപ്പി ഇത് നോക്കി അയാൾ പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ പറയുമ്പോഴത്തേക്ക് തൊപ്പി പറയുമ്പോഴത്തേക്ക് ഒന്നും ഒരു വഴിയില്ലാത്ത ഒരാളാണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല. ആര് ചോദിക്കുന്ന ആൾക്കാരല്ല, പിടിക്കുന്ന ആൾക്കാരല്ല, നാട്ടിലേക്ക് ഈ നാട്ടിൽ വീട്ടിൽ ഇറങ്ങി പോകുന്നില്ല, വീട്ടുകാരൻ സംസാരിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ആളാണ്. എന്തായാലും കല്ലി പുല്ലി എന്ന് പറഞ്ഞിട്ട് ഡാൻസിനെ കൂടി ചെടിയിട്ട് ചെക്കിങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഡാൻസിനെ കൂടി ഇതാക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്താ പറയുക, ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ വന്നു. സപ്പോർട്ടല്ല, ഒരു ഫാനായി വന്നു കുറേ ആൾക്കാർ. മൊത്തത്തിൽ തൊപ്പി നിൽക്കുമ്പോൾ ഭയങ്കര വൈറലായി. ആ സമയത്ത് എന്താ ഈ യൂട്യൂബിന് അൽഗോരിതത്തിൽ ലൈക്ക് ഇട്ടാൽ മതി. ഡിസ്ലൈക്ക് ആയാലും കുഴപ്പമില്ല, ലൈക്ക് ആയാലും കുഴപ്പമില്ല, ബാഡ് കമൻ്റ് ആയാലും കുഴപ്പമില്ല, നല്ല കമൻ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ബാഡ് കമൻറ്റും ഡിസ്ലൈക്കും വരുമ്പോഴത്തേക്ക് എന്താ അൽഗോരിതം കൂടുതൽ വൈറലാക്കുന്നു.
അങ്ങനെ തൊപ്പി നല്ല വൈറലായി മാറി. എന്നിട്ടാണ് തൊപ്പി ടീമിങ് തുടങ്ങിയ സമയത്താണ് ഈ ഡാൻസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. ഈ ഡാൻസ് കളിക്കുന്ന ആ സമയത്തൊക്കെ എന്തായാലും തൊപ്പി ഇങ്ങനെ വൈറലായിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൽ വീണ്ടും അറിയപ്പെട്ടു തൊപ്പി എന്നൊരു വ്യക്തിയുണ്ട്. ആ സമയത്ത് ഒരു പരിപാടിക്ക് പോയിട്ട് ഒരു ബാഡിച്ച് വള്ളിനെ പഠിച്ചൊക്കെ ഒരു സോങ്, ഒരു പാട്ട് പാടി. അത് കേരള പോലീസിന് അവമാനം എന്നൊക്കെ പറഞ്ഞിട്ട് കേരള പോലീസിൻ്റെ ഒരു മാനം പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു തൊപ്പി എന്നൊരു വ്യക്തി വരുമ്പോഴത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു കേരള പോലീസിൻ്റെ ഒരു ബാഡ് കമാൻഡിലൂടെ തൊപ്പിന് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇന്നും തൊപ്പിനെ കിട്ടിയ കേരള പോലീസ് വെറുതെ വിടില്ല, നല്ലൊരു കേസ് കിട്ടി അറസ്റ്റ് ചെയ്യും, നല്ല പൂട്ടിക്കളയും. അതുകൊണ്ട് എന്തായാലും തൊപ്പിൻ്റെ അടുത്ത് നീല ചിത്രം ഉണ്ടെന്നിട്ട് വെറുതെ ഉണ്ടല്ലേ പോലീസ് ഒരു കേസെടുത്തു. തൊപ്പിയെ പിടിക്കാൻ വേണ്ടിയിട്ട് തൊപ്പിനെ കോൺടാക്ട് ചെയ്യാൻ കുറേ നോക്കി, അന്നൊരു ഫോൺ എടുത്തില്ല. ആ തൊപ്പി ഇങ്ങനെ ഫ്ലാറ്റിലിരിക്കുന്ന സമയത്ത്, എറണാകുളം ജില്ലയിൽ ഫ്ലാറ്റിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഭാഗത്ത് ബെല്ല് കെട്ടി. അങ്ങനെ കുറേ ബെല്ല് കെട്ടിക്കുമ്പോൾ തൊപ്പി നോക്കിക്കുമ്പോഴത്തേക്ക് പോലീസാണ്. തൊപ്പി തുറക്കാൻ പറ്റില്ല. തൊപ്പി ലൈവ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പോലീസ് അവസാനം ഡോറ് പൊളിക്കുന്ന സമയത്ത് എന്തായിരുന്നത് ഈ വീട് ഭയങ്കര വൈറലായി. എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോലീസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പോലീസാണോ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പോലീസ് തന്നെയാണോ ആണെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകും. അതും ന്യൂസിലൂടെ വരുമ്പോഴത്തേക്ക് വീണ്ടും സ്പ്രെഡായി. എന്നിട്ട് കുറേ കാലത്തിന് ശേഷം ഒരു 2 വർഷം കഴിയുന്ന ശേഷം തൊപ്പി ഒന്ന് ഡീസൻ്റ് ആവാൻ തീരുമാനിച്ചു. ഡീസൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ആവാൻ ആൾക്കാർക്ക് അറിഞ്ഞില്ലേ തൊപ്പി എന്നൊരു വ്യക്തി. ഉദാഹരണത്തിന് മമ്മൂട്ടിയേക്കാൾ കൂടുതലാണ് തൊപ്പി. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് മമ്മൂട്ടി വരുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ തൊപ്പിനെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനല്ല, മമ്മൂട്ടി മോശമായി പറയുന്നൊന്നുമല്ല, മമ്മൂട്ടി നല്ലൊരു നടനാണ്. എന്നാൽ അതിലൂടെ വൈറലായപ്പോൾ ഈ തൊപ്പിക്ക് തോന്നുന്നത് ഒരു ഡീസൻ്റാണ്, ഒതുങ്ങി ജീവിക്കണം, അങ്ങനത്തെ ഉള്ളൊരു ചിന്ത വന്നു. ആ സമയത്ത് ഒരു ടീമിനെ ഏർപ്പാട് ചെയ്യുക. ആ ടീമിനെ ഏർപ്പാട് ചെയ്തിട്ട് തൊപ്പി ഒരു ഡീസൻ്റ് ആവും, നല്ല അടിപൊളിയാണ്. മുമ്പത്തെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റും, നല്ലൊരു ഹെയർ സ്റ്റൈലൊക്കെ ആക്കി നല്ല ചുള്ളനായിട്ട് മുമ്പ് നോക്കി ഒരുമാതിരി ഇതുള്ളത്. മിസ്റ്റർ വ്യൂസിൻ്റെ കോപ്പി ചെയ്തെന്നൊക്കെ ആൾക്കാർ വന്നാൽ കോപ്പി ചെയ്തൊന്നുമല്ല, റിയലായിട്ട് ഓൺ ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നിട്ട് തൊപ്പി ഡീസൻ്റായിട്ട് ഒരാൾ ഈ ടീമിനൊക്കെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഡീസൻ്റായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോഴും ഡീസൻ്റാണ്. അങ്ങനെ തൊപ്പിക്കുന്ന വരുമ്പോഴത്തേക്ക് മനസ്സിൻ്റെ അകത്ത് എന്നും ഒരു പരിഭ്രമം, അവൻ വീട്ടുകാരായിട്ടൊന്ന് നന്നാവണം, വീട്ടുകാരായിട്ടൊന്ന് കൂടണം, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് തൊപ്പിൻ്റെ ചിന്തയിലുള്ളത്. ആ സമയത്താണ് കുറേ കഴിയുമ്പോഴത്തേക്ക് തൊപ്പിയും ഇവിടെ ഈ പെങ്കുച്ച പറഞ്ഞ അയാളുടെ പേരെന്ത് എന്തോ അങ്ങനെ ഒരു പെണ്ണുങ്കുച്ച പരിചയപ്പെടുത്തും. തൊപ്പിൻ്റെ ഒരു ക്യാരക്ടർ നൽകുമ്പോഴത്തേക്കില്ലേ എല്ലാ പെണ്ണുപിള്ളേർക്കും ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ അവന് ഒരു ഫാൻസ് ഉണ്ട്. പക്ഷെ തൊപ്പി എന്നൊരു മനസ്സിൻ്റെ അകത്തുണ്ട് ഞാൻ കണ്ടത് ഒരു ബാഡ് ചിന്ത എന്നുള്ളൊരു കാര്യം വരില്ല, ഒരു ബാഡ് ചിന്തയില്ല. ഏകദേശം ആൾക്കാർ ഒരു ഫ്രണ്ടേജ് കാണും, പെണ്ണുങ്ങളൊക്കെ ഫ്രണ്ടേജ് കാണും, പെങ്ങളായിട്ട് കാണും, അതിങ്ങനെ അപ്പുറത്തൊന്നും ചിന്തിക്കലില്ല. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ മൈൻഡുള്ള ഏകദേശം ആൾക്കാർ അങ്ങനെയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ബാഡായിട്ട് ചിന്തയില്ല, ബാഡായിട്ട് ചിന്തിക്കാനേ പറ്റുന്നില്ല. അത് അങ്ങനെ മെഹർ എന്നുള്ളൊരു പെങ്കൊച്ചിനെ പരിചയപ്പെടുന്നു. മെഹർ എന്നൊരു പെങ്കൊച്ചിനെ പരിചയപ്പെടുമ്പോഴത്തേക്ക് കുറേ ഞരമ്പ് രോഗികൾ അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ചു. അത് ക്ഷമിക്കാൻ പറ്റിയില്ല ആർക്ക്, തൊപ്പിക്ക്. അതാണ് തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ ആവാനുള്ള കാരണം. പറയുമ്പോഴത്തേക്ക് തൊപ്പിൻ്റെ ഭാഗത്തുനിന്ന് ന്യായം വെച്ച് തൊപ്പിക്കൊരു ബോധ്യമില്ലാതെ തൊപ്പി ഒരിക്കലും പ്രതികരിക്കാൻ നിൽക്കില്ല. ഏതൊരു കാര്യത്തിലായാലും തൊപ്പി പ്രതികരിക്കാൻ നിൽക്കില്ല. ആ സമയത്ത് തൊപ്പി പ്രതികരിക്കുന്ന സമയത്ത് ഷാജഹാനും എന്താ പറയുമ്പോഴത്തേക്ക് ഒരു തോന്നിയപ്പോൾ 9 ജമൻ ഡെയിലി ലൈവ് അത് ഇതൊക്കെ ആയി തൊപ്പി ഫാൻസിനൊക്കെ സഹിക്കാൻ പറ്റും. അങ്ങനെ തൊപ്പിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. തൊപ്പി പോലും അറിയാതെ തൊപ്പിക്ക് ഫാൻസ് ഉണ്ട്. തൊപ്പിനെ ഒരിക്കലും കാണാതെ പറ്റും. ഉദാഹരണത്തിന് ഞാൻ തൊപ്പിനെ ഇതുവരെ കണ്ടിട്ടുണ്ടാകും, എന്നാൽ ഞാൻ തൊപ്പി ഫാൻ. എന്തായാലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്തിനാ തൊപ്പിൻ്റെ വീഡിയോ വരുന്ന സമയത്തുണ്ടല്ലേ ഫാമിലി ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ ഒരു TV-യിലൂടെ എല്ലാവരും ഒന്നിച്ചിരുന്നിച്ച് തൊപ്പിനെ കണ്ടിച്ചിരിക്കാനുള്ളത്. അതാണ് തൊപ്പിൻ്റെ ഇഷ്യൂ വന്നത്. തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് 100% ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അല്ല തൊപ്പി ഇത് പണം തന്ന് പറയിപ്പിക്കുന്നതോ അല്ല തൊപ്പി ഇത് എത്ര ആൾക്കാർ കാണുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലേ തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലേ 100% ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഉടമയാണ്. 100% നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വായനൊക്കെ പറയുന്ന ആൾക്കാർ ഒരു ഓപ്പൺ മൈൻഡിൻ്റെ ഒരു ലക്ഷണമില്ല, നല്ലൊരു വ്യക്തിയാണ്. ഞാൻ കണ്ടെടുത്തു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ലൊരു വ്യക്തി തൊപ്പിയാണ്, അത് യാതൊരു സംശയമില്ല എനിക്ക്. എന്നിട്ട് തൊപ്പി
തൊപ്പിൻ്റെ അതാണ് സംഭവം. തൊപ്പി എന്ന് പറയുമ്പോൾ കൂടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ ടി വി പൊളിയുന്നത് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ടീമിലുള്ള തന്നെ അപ്പോൾ പൈസ കട്ട് ചെയ്യണം, അതൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല. തൊപ്പിനെ അറിഞ്ഞ ആൾക്കാരെ തൊപ്പിനെ വിട്ടു പോകില്ല, അതാണ് സംഭവം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും നീ തൊപ്പിനെ കൂടെ പോകുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നുമില്ല. എനിക്ക് പറയുമ്പോൾ അന്തസ്സായി ഒരു ജോലിയുണ്ട്, ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് തൊപ്പിയെ പറ്റി പറയാനുള്ളത്. അങ്ങനെ തൊപ്പി ഒരു ജീനിയസാണ്, ഒരു ടാലൻ്റാണ് ആൾ. അതില്ലെങ്കിലും അവൻ്റെ പോലത്തെ വേറെ ആളുണ്ടെങ്കിൽ ഇന്ന് മണ്ണിൻ്റെ അടിയുണ്ടായാലും മരിച്ച മണ്ണറിഞ്ഞാൽ. പക്ഷെ ജീനിയസ് ആണ്. തൊപ്പിയെ പറ്റി എനിക്ക് പറയാൻ എപ്പോഴും അഭിമാനം മാത്രമേ ഉള്ളൂ. ഒരു ജീനിയസ് ആണ്. അതുമാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. തൊപ്പി എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രി ആരും അറിഞ്ഞില്ലെങ്കിലും കലക്ടർ ആരും അറിഞ്ഞില്ലെങ്കിലും തൊപ്പിനെ അറിയുന്ന ആൾക്കാർ ചെറിയ ചെറിയ ഒരു 5 വയസ്സ് മുതൽ ഒരു 80 വയസ്സിൻ്റെ കിളവന്മാർക്ക് വരെ അറിയും. അപ്പോൾ തൊപ്പിയെ പറ്റിൻ്റെ വീഡിയോ ഇന്ന് അവസാനിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.